നോക്കൂ, ഇന്ന് എല്ലാവരും വാർത്തകൾ കേൾക്കുന്നുണ്ടാവും. എണ്ണമറ്റ ചാനലുകൾ നമുക്കുണ്ട്. നല്ല വാർത്തകൾ വായിക്കുന്ന, ശരിയായ വാർത്തകൾ വായിക്കുന്ന അനേകം ചാനലുകൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും വാർത്തകൾ കേൾക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ ഞാനും കേട്ടു. അതിലെന്നെ വളരെ ഏറെ വിഷമിപ്പിച്ചത് ഇനിയും അനേകം വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനെന്ന ജീവിക്ക് ഒരിക്കൽ മാത്രമാണ് ജീവിതം കിട്ടുന്നത് എന്ന് വെച്ച് മറ്റ് ജീവികൾക്ക് അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും, ജീവനുള്ള എല്ലാത്തിനും ഒരു പ്രാവശ്യമേ ജീവിക്കാൻ അവസരമുള്ളൂ. ശരിയല്ലേ? നോക്ക്, ചിന്തിച്ച് നോക്ക്. അവർ ആയുസ് ഫുള്ളാക്കാതെ പലരും മരണപ്പെട്ടുപോയി. അത് സ്വയമരണമല്ല, കൊല്ലപ്പെട്ടുപോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ. എന്തുകൊണ്ട് അവർക്കതങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അനേകം പേര്, ധാരാളം സ്വത്തുക്കളുള്ളവർ, സമ്പാദ്യമുള്ളവർ, ധാരാളം ബിസിനസ്സുള്ളവർ, ലോകം അടക്കി ഭരിക്കാൻ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ മനുഷ്യർക്ക് ജോലി കൊടുത്ത് നിലനിർത്താൻ കഴിവുള്ള, കമ്പനികൾ ഉണ്ടാക്കാൻ കഴിവുള്ള അനേകരാണ് കൊല്ലപ്പെട്ടു പോയത്. അവരെന്തുകൊണ്ട് കൊല്ലപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് അവർ മതം പഠിച്ചതുകൊണ്ടാണ്. മതം പഠിക്കായിരുന്നുവെങ്കിൽ ഇവരാരും ഇന്ന് കൊല്ലപ്പെട്ട് ആരും കൊല്ലപ്പെടില്ല. അവരെല്ലാം ജീവിച്ചിരുന്നതിന്. അവർക്ക് ഭൂമിയിൽ ജീവിച്ച്, ജീവിതം ആസ്വദിച്ച് സ്വയം ഒരു മരണമുണ്ട്. അതാണ് മരണം. മതസ്ഥാപകർ പറഞ്ഞത് പഠിച്ച് അതിൻ്റെ പുറകെ പോകുന്നത് ബുദ്ധിയല്ല. നമ്മൾ കരുതുന്നതും പഠിക്കുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാരെന്ന് അത് എഴുതി വച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഭയപ്പെടുത്താൻ. അവരാണ് ബുദ്ധിമാന്മാരെന്ന് അവർ പറയുന്നു, മതം പറയുന്നു. നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ ചിന്തിച്ച് നോക്ക്, സത്യം കണ്ടുപിടിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ഒരാൾ ചതിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഞാനൊരാളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റ് എനിക്കാണ് കാശ് തരാനുള്ളത്. ഞാൻ എൻ്റെ ഓഫീസ് മേശ ഇട്ടു. എന്നാൽ ഈ എഗ്രിമെൻ്റ് ചെയ്ത ആളിന് എൻ്റെ ഓഫീസിൽ വരുന്നതിനും അവിടെ ഇരിക്കുന്നതിനും ഞാനിരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനില്ലായിരുന്നപ്പോൾ അയാൾ ഒപ്പിട്ട് തന്ന എഗ്രിമെൻറ്റ് എനിക്ക് കാശ് തരാനുള്ളതാണ്. അതെടുത്തുകൊണ്ട് പോയി. ഞാനതറിയുന്നില്ല. ഏതാണ്ട് പറഞ്ഞ കാലാവധി ആയപ്പോൾ ഞാൻ എഗ്രിമെൻറ്റ് തിരക്കിയപ്പോൾ എഗ്രിമെൻറ്റ് കണ്ടില്ല. അയാൾ എഴുതി ഒപ്പിട്ട് സമ്മതം തന്ന സമ്മതപത്രം
എനിക്ക് കാശ് തരാണ്ട് ഇന്ന കാലയളവിൽ തരാമെന്നുള്ള എഗ്രിമെൻറ്റ്. ഞാനെടുത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. അത് അയാളെടുത്തുകൊണ്ട് പോയി. അയാളാണ് എടുത്തുകൊണ്ട് പോയി എന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുന്ന അവനാണ് ബുദ്ധിമാൻ. ഒരു മതസ്ഥാപകൻ ഭാവനയിൽ കൂടി കണ്ട പലതും പറഞ്ഞു, അതിനെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്നവൻ ബുദ്ധിമാനല്ല. അത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കുന്നവനും തീരുമാനിക്കുന്നവനുമാണ് ബുദ്ധിമാൻ. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ, അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആൾക്കാർ ജീവിച്ചിരുന്ന കാലത്ത് കുഷ്ഠരോഗികളും തുടങ്ങി പലവിധമായ രോഗമുള്ളവർ അന്ന് ജീവിച്ചിരുന്നു. എന്തുകൊണ്ട് അവർ അതിന് മരുന്ന് പറഞ്ഞില്ല? ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന്. അവർ ദൈവമായി സംസാരിക്കുന്നവരല്ലേ? ആരെങ്കിലും മരുന്ന് പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ ഈ മരുന്ന് ചെയ്താൽ മതി, നിങ്ങൾക്ക് സൗഖ്യമാകും. കുഷ്ഠരോഗികൾ, കുരുടന്മാർ തുടങ്ങി പലവിധമായ ഇന്നും ഇല്ലാത്ത രോഗങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എൻ്റെ അമ്മയുടെ അച്ഛൻ ക്ഷയരോഗം പിടിച്ചാണ് മരിച്ചത്. അത് ഒരു പശു കുത്തിയതാണ്. ഒരു വളർത്തിയിരുന്ന പശു നെഞ്ചിൽ കുത്തേറ്റപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു അവർ നാടൻ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അന്നതേ ഉള്ളൂ. അന്ന് ക്ഷയരോഗത്തിനുള്ള മരുന്നൊന്നും അത്ര പ്രാബല്യത്തിൽ വന്നില്ല, കണ്ടുപിടിച്ചില്ല. പലയിടങ്ങളിലും പോയി ചികിത്സിച്ച് ഏതായാലും ചെറുപ്പത്തിൽ തന്നെ 35 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചുപോയി. ഇന്നാണെങ്കിലോ ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ കഴിവുകൊണ്ട് കണ്ടുപിടിച്ച മരുന്നുണ്ട്. ഇന്ന് ക്ഷയരോഗം നമ്മുടെ ഇടയിലില്ല. ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനുള്ള മരുന്നും സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മതം സ്ഥാപിച്ചവർ നമുക്കൊന്നും ചെയ്തു തന്നില്ല. നമ്മൾ മോശമായ പ്രവൃത്തികൾ ചെയ്യാൻ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ കൊല്ലപ്പെടാനുള്ള മരുന്നുകൾ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. അവരുടെ ഭാവനകൾ, സങ്കല്പങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നുള്ളൂ. മനുഷ്യർക്ക് പലവിധമായ കഴിവുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. അങ്ങനെ ഒരു കഴിവാണ് അവർക്ക് കിട്ടിയത്. അവർക്ക് സമർത്ഥമായി ജനങ്ങളെ പറ്റിക്കാനുള്ള, മനുഷ്യരെ പറ്റിക്കാനുള്ള, തലമുറകൾ നിലനിന്ന് പറ്റിക്കാനുള്ള, ഒരിക്കലും അവസാനിക്കാത്ത വിധം പറ്റിക്കാനുള്ള വാചകങ്ങൾ പറയാനും സമർത്ഥമായ മനുഷ്യനെ പറ്റിക്കാനുള്ള സാമർഥ്യം അവർക്കുണ്ടായി. അങ്ങനെ പറ്റിച്ച ആരും സ്വയം മരിച്ചില്ല. അവിടെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചതി അത് പ്രകൃതി സഹിക്കില്ല. പ്രകൃതി അവർക്ക് നല്ല ശിക്ഷ കൊടുത്ത് തന്നെ കൊന്നുകളയും. ഇന്നും മനുഷ്യനെ പറ്റിക്കുന്നവരെയും മനുഷ്യനെ തീവ്രവാദത്തിൽ കൂടി കൊന്നൊടുക്കുകയും ചെയ്യുന്നവർക്ക് പ്രകൃതി ശിക്ഷ കൊടുക്കുന്നു. ഏതെങ്കിലും രാജ്യങ്ങൾ വഴി, ഏതെങ്കിലും നേതാക്കന്മാർ വഴി അവരെ കൊന്നു തള്ളിക്കളയും. അവരുടെ ശരീരഭാഗം പോലും കിട്ടാത്ത വിധം അവരെ പ്രകൃതി ശിക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം,
നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മതത്തിലല്ല, മനുഷ്യ സ്നേഹത്തിലാണ്. മനുഷ്യനെ സ്വന്തം സഹോദരങ്ങളെ പോലെയല്ല സഹോദരനായി കണക്ക് കൂട്ടി നാം പ്രവർത്തിക്കുക, ജീവിക്കുക. തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. പിന്നെ ഒരു വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായിട്ട് വരാം.